ഗുഡ് മോർണിംഗ് ബനാറസ്. ഞാൻ രാവിലെ തന്നെ ഒരു മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് ഇവിടെ ബനാറസിൽ ഗംഗാതീരത്തേക്ക് വന്നിരിക്കുകയാണ്. രാവിലത്തെ വ്യൂ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കാണാൻ ഭയങ്കര രസമാണ്. ഗംഗയുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് സൂര്യൻ ഉദിച്ചു വരുന്നു. ഗംഗയിലൂടെ ബോട്ടുകൾ ഒഴുകി നടക്കുന്നു. അതിലൂടെ പക്ഷികൾ പാറി നടക്കുന്നു. കണ്ണിനും മനസ്സിനും കുളിർമ തരുന്ന ഈ ഒരു കാഴ്ച എത്ര കണ്ടാലും മതി വരില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വന്ന് ഇവിടെ ഈ കാഴ്ചകൾ കാണാൻ പറ്റുമെങ്കിൽ എന്ന് ആലോചിച്ച് പോവുകയാണ് ഇവിടെ ഇരുന്നിട്ട്. ഇവിടെ ഒരു കലാകാരൻ തൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇഷ്ടമുള്ള ചിത്രങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാം. ഇവിടെ ബനാറസും ഘട്ടുകളും ഗംഗയും ഗംഗയുടെ തീരത്തെ സൗന്ദര്യവും ഒക്കെ വരച്ചു ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ കലാകാരൻ. അതുപോലെ ചിത്രം വരയ്ക്കുന്നവർക്കും ഫോട്ടോഗ്രാഫേഴ്സിനും കവിത എഴുതുന്നവർക്കും ഒക്കെ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണർത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അതുപോലെ ആധ്യാത്മീയതയും സ്പിരിച്വൽ സെർച്ചിങ്ങും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറേ സന്യാസിമാരൊക്കെ നമ്മൾ ഇന്നലെയും കണ്ടതാണ്. അതുപോലെ തന്നെ ഇന്നും ഈ വഴിയിൽ ഒരുപാട് പേരെ കാണാൻ പറ്റുന്നുണ്ട്. ഗംഗാതീരത്ത് കൂടെ കാഴ്ചകൾ കണ്ട് നടന്ന് ഞാനിവിടെ മണികർണിക ഘട്ട് വരെത്തി. ഇവിടെ എത്തിയപ്പോഴാണ് രത്നേശ്വർ മഹാദേവ് മന്ദിർ എന്ന് പറയുന്ന ഒരു അമ്പലം ഇവിടെ പുഴയിലായിട്ട് കാണുന്നത്. ഇത് പുഴയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഭാഗം ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ബനാറസിലെ ഗംഗാഘട്ടുകളിലൂടെയുള്ള എൻ്റെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് ഒരു ചായ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഗംഗയെ നോക്കി ഗംഗാ തീരത്തിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ഇവിടെ ദേവ് ദിവാലി ആഘോഷമാണ്. അപ്പോൾ അത് കാണണം. അതിന് ഇനി റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരത്ത് ഇങ്ങോട്ടേക്ക് വീണ്ടും വരണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ദേവ് ദിവാലി സ്പെഷ്യൽ വീഡിയോസ് ആയിരിക്കും. സ്റ്റേ ട്യൂൺഡ്.